നിങ്ങളെ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങളിലെ ചില മുസ്ലിയാക്കന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ മൻസൂർ കാരണം കറാമത്ത് പറയാനും പറ്റാതായിപ്പോയി എന്നൊക്കെ. മൻസൂർ കാരണം ആർക്കും കറാമത്ത് പറയാൻ കഴിയാതെയോ പറ്റാതെയോ പോയിട്ടില്ല. കള്ളക്കറാമത്തുകൾ പറയുമ്പോഴേ മൻസൂർ അവിടെ ഇടപെടുന്നുള്ളൂ. എന്റെ ഇടപെടലുകൾ നടക്കുന്നത് നിങ്ങൾ ഇല്ലാത്ത വമ്പും വല്ലാത്ത പോരിശയും പറഞ്ഞുകൊണ്ട് കള്ളക്കറാമത്തുകൾ കുളൂസ് കറാമത്തുകൾ അത് മായിട്ട് നിങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ അവിടെ ഇടപെടും. അവിടെ അത് ചോദ്യം ചെയ്യും. അത് ഇല്ലാത്തതാണെന്ന് പറയും. നിങ്ങൾ തെളിയിക്ക്. മംഗലാപുരത്തുള്ള ഖുറ എന്ന പ്രദേശത്ത് ഒന്നരായ തങ്ങളാപ്പയെ കാണാൻ വേണ്ടി പോയിരുന്ന ആയിരക്കണക്കിന് ആളുകൾ, സുബ്ഹാനല്ലാഹ്, അതിൽ പലർക്കും ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. 15-20 വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ തങ്ങളാപ്പയുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം മന്ത്രിച്ച് കുടിച്ചതിന്റെ പേരിൽ മക്കളുണ്ടായവർ, അതുപോലെ ക്യാൻസർ പോലത്തെ മാരകമായ രോഗങ്ങൾക്ക് തങ്ങളാപ്പയുടെ മന്ത്രിച്ച വെള്ളം കുടിച്ച് ശിഫ ലഭിച്ചവർ, ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അത്ര വലിയൊരു സയ്യിദാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ആയിരക്കണക്കിന് പാവപ്പെട്ടവർക്ക് അഭയകേന്ദ്രമായിരുന്ന വിളക്കുമാടങ്ങൾ ഓരോന്നായി അണഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മൗത്തുൽ ആലിമി മൗത്തുൽ ആലം, ഒരു പണ്ഡിതന്റെ വിയോഗം അത് ലോകത്തിന്റെ തന്നെ നാശമാണ് എന്നത് ഒരിക്കലും ഞാൻ വിസ്മരിച്ചുകൂടാ. അസ്സലാമു അലൈക്കും. എനിക്കും ചിലത് പറയുവാനുണ്ട്. ഫضل കോയമത്തങ്ങൾ എന്ന് പറയുന്ന ഖുറാത്തങ്ങള്, അദ്ദേഹം ഇപ്പോ കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടത്. അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം നൂറുകണക്കിന് വീഡിയോകളാണ് സോഷ്യൽ മീഡിയകളിലൂടെ അദ്ദേഹത്തിന്റെ കറാമത്തുകളായിക്കൊണ്ട് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് അഷ്കർ അലി ബാക്കവി എന്ന് പറയുന്ന ഒരു മുസ്ലിയാര്, അദ്ദേഹത്തിന്റെ ഫോട്ടോ ഖുറാത്തങ്ങളുടെ ചുവട്ടിലുള്ളത് അദ്ദേഹത്തിന്റെ ഫോട്ടോ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞ ചില കറാമത്തുകൾ അടങ്ങിയ വീഡിയോയിൽ നിന്നുള്ള ഒരു ഭാഗമാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. ഒരാള് മരിക്കാൻ കാത്തിരിക്കാൻ വരെ എന്തിനു വേണ്ടിയിട്ട് എന്നറിയോ? ഒന്ന് ജാറം പണിയുവാന്. ജാറം പണിതിട്ട് അവിടെ പെട്ടി വെച്ചുകൊണ്ട് അവിടെ ഉറൂസ് നടത്തിക്കൊണ്ട് അവിടെ വലിയ വലിയ ഉത്സവങ്ങൾ നടത്തിക്കൊണ്ട് അവിടെ പണം പിരിക്കുവാൻ വേണ്ടിയിട്ട്, പണ സമ്പാദനത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോ ആ ഉറൂസും അതുപോലെ ജാറവും ഒക്കെ വിജയിക്കണമെങ്കിൽ അവരുടെ പേരിൽ കുറെ കറാമത്തുകൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യമായിട്ട് ഇവര് മുന്നോട്ട് വെക്കാറുള്ളത്. ഇൻഷാ അല്ലാ ഇന്നിവിടെ ഇദ്ദേഹം പറഞ്ഞത് കുറെ പറയാനുണ്ട് എന്നുള്ളതാണ്. ഇനി 12 മാസം മുമ്മയുടെ വയറ്റിൽ കിടന്നിരുന്ന ഒരാളാണ് ഖുറാത്തങ്ങൾ എന്നാണ് പറയുന്നത്. ആരാണിത് പറഞ്ഞത്? ഖുറാത്തങ്ങൾ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഖുറാത്തങ്ങളോട് ഇത് പറഞ്ഞത് ഖുറാത്തങ്ങളുടെ മാതാവാണ് എന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇദ്ദേഹം മരിക്കുന്നതിന് മുമ്പേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് അതൊന്ന് പരീക്ഷിച്ച് സംശയം തീർക്കാമായിരുന്നല്ലോ, അല്ലേ? 12 മാസം വയറ്റിൽ കിടക്കുക. ഇതിനു മുമ്പ് കബരത്തി ദ്വീപിലെ കാസിം വലിയുള്ള എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് ഇതുപോലൊരു പച്ചക്കളവ് പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. അത് മറ്റൊന്നല്ല, കാസിം വലിയുള്ളാന്റെ ഭാര്യനോട് ഇനി 3 മാസം കൂടിയും പ്രസവം നീട്ടിക്കള എന്ന് പറഞ്ഞ ഒരു ചരിത്രമായിരുന്നു. അതുപോലെ ഇവിടെ 12 മാസം വരെയാണ് ഇദ്ദേഹം ഉമ്മയുടെ വയറ്റിൽ കടന്നത് എന്നുള്ളതാണ് മുസ്ലിയാക്കന്മാർ ഇപ്പൊ തള്ളുന്നത്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. ചിലപ്പോ നമ്മൾ തങ്ങളുപ്പാനോട് ചോദിച്ചിട്ട് കുടുങ്ങിയിട്ടുണ്ടാവും. പിറന്ന കുഞ്ഞിന് ചിലപ്പോ എന്തെങ്കിലും തകരാറുണ്ടാവും. എന്നാലും തങ്ങൾ മാറൂല. തങ്ങൾ എന്ത് പറഞ്ഞാലും മാറൂല. എന്താ വിഷയം? 12ാമത്തെ മാസം തുടങ്ങുമ്പോഴാണ് തങ്ങളുടെ ഉമ്മ പ്രസവിച്ചത്. 12 മാസത്തോളം ഗർഭാശയത്തിൽ കിടന്നിട്ട് ഒരു തകരാറും സംഭവിച്ചിട്ടില്ലെന്നതിന്റെ നേർസാക്ഷിയാണ് തങ്ങൾ. ആ കിട്ടുന്ന ധൈര്യം ശരിയല്ല. തങ്ങളോട് ഞാൻ പ്രത്യേകം എടുത്തു ചോദിച്ചു ഒരിക്കൽ സംഭാഷണത്തിൽ. തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മിച്ച് പറഞ്ഞിട്ടുണ്ട് 12ാമത്തെ മാസം തുടങ്ങുമ്പോഴാണ് എന്നെ പ്രസവിച്ചത്. അതുകൊണ്ട് സഖാഫി ആര് പറഞ്ഞാലും ഞാൻ കുലുങ്ങൂല. അള്ളാഹ് വിധിച്ചതല്ലെങ്കിൽ മരിക്കും. ഇത് ഡോക്ടർ മുഹമ്മദ് കുഞ്ഞ് സഖാഫി എന്ന് പറയുന്ന മുസ്ലിയാര് അവിടെ ഖുറാത്തങ്ങളുടെ ഫോട്ടോയോടൊപ്പം കണ്ടിരുന്ന ഫോട്ടോ അദ്ദേഹത്തിന്റെയാണ്. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇത് മരണപ്പെട്ടതിന് ശേഷമാണ് ഇവർ പറയുന്നത്. ഇതെന്തുകൊണ്ട് ഇവര് ഈ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് പറഞ്ഞില്ല?
പറഞ്ഞാൽ അത് അപ്പൊ തന്നെ നമ്മള് സത്താറിന്റെ ഒരു ദിവസത്തെ 3 ഡയാലിസിസ് പൊളിച്ച പോലെ നമ്മൾ പൊളിച്ച് കൈ കൊടുക്കുമായിരുന്നു എന്നുള്ളത് അവർക്കൊക്കെ അറിയാം എന്നുള്ളത് തന്നെയാണ്. ഇൻഷാ അല്ലാ ഈ ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി പറഞ്ഞത് 12 മാസം എന്ത് ഡോക്ടറാണെന്നുള്ളത് അറിയില്ല. മെഡിക്കൽ ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സയന്റിഫിക് ടെമ്പർ ഒന്ന് അദ്ദേഹം വിശദീകരിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇനി നമുക്ക് പറയുവാനുള്ളത് ബഹ്റൈനിലെ എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കണ ബഹ്റൈനിൽ 4 വയസ്സുള്ള കുട്ടിക്ക് സംസാരശേഷി ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഇത് എന്തുകൊണ്ട് നിങ്ങൾ ഇന്നലെ പറയാൻ കാത്തുവെച്ചത്? ഒരു ആഴ്ച മുമ്പെങ്കിലും നിങ്ങളിത് പറഞ്ഞിരുന്നുവെങ്കിൽ ഇതിന്റെ തെളിവൊക്കെ നമുക്കൊന്ന് കൊണ്ടുവരാമായിരുന്നില്ലേ? നമുക്കൊന്ന് കേട്ടുവരാം. മഹാനായ ഖുറാത്തങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി. താജുൽ ഉലമ ഉള്ളാൽ തങ്ങളുടെ പ്രിയപുത്രൻ ഖുറാത്തങ്ങൾ ജീവിതത്തിൽ ധാരാളം കറാമത്തുകൾ കാണിച്ച വലിയൊരു മഹാനായിരുന്നു. അതിൽ ഒരു സംഭവം മാത്രം ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ബഹ്റൈനിൽ ഒന്നിരായ തങ്ങൾ ഉസ്താദ് ഒരു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ പ്രഗത്ഭ പ്രാസംഗികൻ റോഡ് ഹുസൈൻ ഉസ്താദും കൂടെ ഉണ്ട്. ആ സമയത്ത് ഒരു വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്ന അവസരം ആ വീട്ടിലെ 4 വയസ്സുള്ള ഒരു കുട്ടിയെ കൊണ്ടുവന്ന് തങ്ങളാപ്പയോട് പറയാണ്, ഈ കുട്ടി ഇതുവരെ സംസാരിച്ചിട്ടില്ല, 4 വയസ്സായി, ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല. തങ്ങളാപ്പ ഹുസൈൻ ഉസ്താദിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയുന്നു, സംസാരിക്കാനുള്ള സമയമായിട്ടുണ്ടാവില്ല അല്ലേ? എന്നിട്ട് ആ വീട്ടുകാരോട് പറയാണ്, നിങ്ങള് മഹാന്മാരായ ബദരീങ്ങളുടെ പേരിൽ യാസീൻ ഓതി വെള്ളത്തിലേക്ക് മന്ത്രിച്ച് ആ വെള്ളം കുട്ടിക്ക് കൊടുക്കുക, എന്നിട്ട് ദുആ ചെയ്യുക. സുബ്ഹാനല്ലാഹ്. അങ്ങനെ 1.5 മണിക്കൂർ പിന്നിട്ട് പരിപാടി തുടങ്ങിയ സമയത്ത് സംസാരിക്കുന്നില്ല എന്ന് വളരെ പ്രയാസത്തോടെ പറഞ്ഞ അവര് ഓടി വന്നുകൊണ്ട് ഉസ്താദിനോട് പറയാണ്, കുട്ടി സംസാരിക്കാൻ തുടങ്ങിയിട്ടോ. അങ്ങനെ തങ്ങളാപ്പയോട് ആ കുട്ടി വന്ന് സലാം പറയുകയാണ്. ഈ ഒരു സംഭവം വന്യരായ ഹുസൈൻ സാദി ഉസ്താദ് അവിടുത്തെ പ്രഭാഷണത്തിൽ പറയുന്നതായി ഞാൻ കേട്ടതാണ്. ഇതും അഷ്കർ അലി ബാക്കവിയുടെ അദ്ദേഹത്തിന്റെ തന്നെ പേജിലുള്ള ഒരു വീഡിയോ ആണ്. ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ കാണുന്നതിന്റെ 20 മണിക്കൂർ മുമ്പെയാണ്. ഞാനിത് കണ്ടത് ഇന്നലെ രാത്രിയാണ്. അപ്പൊ 20 മണിക്കൂർ മുമ്പേ ഈ ഖുറാത്തങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഫസൽ കോയമ്മത്തങ്ങള് മരണപ്പെട്ടതിന് ശേഷമാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട് മരണപ്പെടാൻ കാത്തിരുന്നത്? മരണപ്പെട്ട ആളുടെ പേരിൽ നല്ലത് പറയുക എന്നല്ലേ, കള്ളക്കറാമത്ത് പറയുക എന്നുള്ളതല്ലല്ലോ. ബദരീങ്ങളുടെ പേരിൽ യാസീൻ ഓതിയത് കൊണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോ ബദരീങ്ങളുടെ പവർ എന്ന് പറഞ്ഞു നടന്നൂടെ നിങ്ങൾക്ക്? അങ്ങനെ പറഞ്ഞാല് അവിടെയും നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. നിങ്ങളെ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങളിലെ ചില മുസ്ലിയാക്കന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ മൻസൂർ കാരണം കറാമത്ത് പറയാനും പറ്റാതായിപ്പോയി എന്നൊക്കെ. മൻസൂർ കാരണം ആർക്കും കറാമത്ത് പറയാൻ കഴിയാതെയോ പറ്റാതെയോ പോയിട്ടില്ല. കള്ളക്കറാമത്തുകൾ പറയുമ്പോഴേ മൻസൂർ അവിടെ ഇടപെടുന്നുള്ളൂ. എന്റെ ഇടപെടലുകൾ നടക്കുന്നത് നിങ്ങൾ ഇല്ലാത്ത വമ്പും വല്ലാത്ത പോരിശയും പറഞ്ഞുകൊണ്ട് കള്ളക്കറാമത്തുകൾ കുളൂസ് കറാമത്തുകള് അത് മായിട്ട് നിങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ അവിടെ ഇടപെടും. അവിടെ അത് ചോദ്യം ചെയ്യും, അത് ഇല്ലാത്തതാണെന്ന് പറയും. നിങ്ങൾ തെളിയിക്ക്. ഇനി ഇവിടെ മറ്റൊരു കറാമത്താണ് കാണിക്കുവാനുള്ളത്. ഒരു കുടുംബം, അവര് പച്ചപ്പരിഷ്കാരികളായ ഒരു കുടുംബമാണ്. അവർ ഈ ഖുറാത്തങ്ങളെ കാണാൻ പോയിട്ട് കുട്ടികളില്ലാത്ത പരാതികൾ പറഞ്ഞപ്പോ ഒരു കുപ്പി വെള്ളത്തില് മന്ത്രിച്ചൂതി കൊടുത്തു എന്നാ പറയണത്. അങ്ങനെ അവരതും വാങ്ങി വീട്ടിൽ പോയി. വീട്ടിലെത്തിയപ്പോ ഇവര് പറയാണ്, നമ്മൾ ഈ മിനറൽ വാട്ടർ വാങ്ങാനാണോ അയാളുടെ അടുത്തേക്ക് പോയത് എന്ന് പറഞ്ഞപ്പോ ഭാര്യ എന്നതാ കിടക്കണമെന്നും പറഞ്ഞിട്ട് മിനറൽ വാട്ടർ താഴത്തേക്ക് ഇട്ടു. അത് ഇട്ട് കൊടുക്കാൻ അത് പൊട്ടി ഒക്കെ പോയി എന്നാ പറഞ്ഞത്. പിന്നീട് അവര് രാത്രി AC ഒക്കെ ഓൺ ചെയ്ത് ഭാര്യയും ഭർത്താവും ബെഡ്റൂമിൽ കയറി കഥകടച്ച് കിടന്നുറങ്ങാൻ നോക്കുമ്പോ പെരടെ നാലുപുറത്തുനിന്നൊക്കെ ഗർഭത്തിലുള്ള കുട്ടി എന്നാണ് ആദ്യം പറഞ്ഞത്. അത് വിട്ടിത്താണെന്ന് പറഞ്ഞപ്പോ പിന്നെയും അപ്പൊ തന്നെ നവജാത ശിശുക്കളുടെ ശ്വാസം മുട്ടിയുള്ള കരച്ചിൽ കേൾക്കുകയാണ്. പിന്നെയും പോയപ്പോ ഉള്ള കഥയൊക്കെയാണ്. എന്തായാലും ഞാനത് മുഴുവൻ പറഞ്ഞു തീർക്കുന്നില്ല. ആ കഥ ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്. എന്തിനാണ് മൂലിയാക്കന്മാരെ നിങ്ങൾ ഈ മരിച്ചാൻ കാത്തു കിടക്കുന്നത്? ഇങ്ങനെയൊക്കെ കറാമത്തുണ്ടെങ്കിൽ നിങ്ങൾ മരിക്കണിന്റെ മുമ്പ് പറയും.
മരിക്കണീന്റെ മുമ്പ് പറഞ്ഞാല് ആ പറയപ്പെട്ട ആരുടെ പേരിലാണോ നിങ്ങൾ ഇത് കെട്ടി എഴുന്നള്ളിക്കുന്നത് അവരോട് ഞങ്ങൾ പോയി ചോദിക്കും. അവരതിന്റെ സത്യം പറഞ്ഞു തരും. ഇന്നേ വരെ നിങ്ങൾ പറയുന്ന ഒരു മഹാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും അവരുടെ കറാമത്ത് പറഞ്ഞതായിട്ട് കേൾക്കുന്നില്ല. പിന്നെ CM-നെ പോലെയുള്ള ചില ആളുകളൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കോയപ്പാപ്പയെ പോലെയുള്ള ആളുകള് അവരെ കുറിച്ചും നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അത് തിരുത്തി പറയാനുള്ള ബുദ്ധി ഇല്ലല്ലോ. അത്രേ ഉള്ളൂ പറയാനുള്ളത്. ഇൻഷാ അല്ലാ ആ വീഡിയോ കൂടി ചേർക്കുന്നുണ്ട്. ഇതൊരു ആള് മരണപ്പെട്ടപ്പോ അവിടെ വെച്ച് നമ്മൾ പറയല്ല, ഒരാള് മരിച്ചാല് അതിന് കബറ് കെട്ടിപ്പോക്കണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കെട്ടിപ്പൊങ്ങിച്ചോളിയും. എന്നിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് എന്ത് വേണം നടത്തിക്കോളിയും. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഇതുപോലെ ഇതിങ്ങനെ ആളുകൾക്ക് ചർവിതം ചെയ്യുവാൻ ഇട്ടുകൊടുക്കരുത്. അതിനു വേണ്ടിയാണ് ഇത് തുറന്നു പറയുന്നത്. മരിച്ചോലും മരിച്ചു, ഓല് മരിച്ചോളം ചെയ്തുകൊണ്ട് ഓല് രക്ഷപ്പെടും. മരിച്ചോളം ചെയ്തത് തെറ്റാണെങ്കിൽ ഓല അതും കൊണ്ട് എടങ്ങേറാവും ചെയ്യും. അതിന്റെ അപ്പുറം ഒന്നുമില്ല. നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും ഇനി കാര്യമല്ല. പിന്നെ ഇനി ചോദിക്കും മക്കൾ ചെയ്താൽ കിട്ടും. പക്ഷെ പച്ച ശിർക്കുമായിട്ട് ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ മക്കളല്ല മക്കള് ഒക്കെപ്പാട് വിചാരിച്ചാലും ഒന്നും നടക്കൂല. അള്ളാഹുവിന്റെ കലാമ് അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാ ബാക്കിയുള്ള ആ അത്ഭുത സിദ്ധിയുള്ള കറാമത്തിലേക്ക്. അല്ലെങ്കിൽ അവയവങ്ങൾക്ക് വെട്ടിക്കുളത്ത് താജുൽ ഉലമയുടെ ഉറൂസിന് സമാപനത്തിൽ വാഴ്ന്ന സാധുവായ ഞാൻ കുറച്ചു നേരം പറയാൻ അവിടെ പോയിരുന്നു. മഹാനായ ഖുറാത്തങ്ങളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഒരു ചെറിയ സംഭവം ഞാൻ പറഞ്ഞു തരാം. താജുൽ ഉലമയുടെ ആണ്ടിന്റെ സമയം കൂടിയാണിത്. റബീഉൽ ആഖിറിലാണ്, 1-ാം തീയതിയാണ് മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഉള്ളാൾ തങ്ങളെന്നാണ് നമ്മളെല്ലാവരും അറിയുക. ആ ആണ്ട് നേർച്ചക്ക് ആണ്ടിന് കഴിഞ്ഞ വർഷം എറണാകുളത്ത് ഒരു മജ്‌ലിസിലെത്തുമ്പോൾ അവിടെ ഉമർ എന്ന് പറയുന്ന ഒരു സഹോദരൻ INTUC-യുടെ സംസ്ഥാന സെക്രട്ടറി, ബഹുമാനപ്പെട്ട ഖുറാത്തങ്ങളുടെ ഒരു വിശേഷം മറ്റൊന്നുമല്ല, ഇദ്ദേഹത്തിന്റെ അടുക്കൽ മോസ്റ്റ് മോഡേൺ ഫാമിലിയിൽപ്പെട്ട എറണാകുളത്തെ ആലുവയിലെ ഒരു ഫാമിലി ഇദ്ദേഹത്തോട് പറഞ്ഞു, 12 കൊല്ലമായി സന്താനങ്ങളില്ല, ഇനി കയറി ഇറങ്ങാൻ ഒരു മെഡിസിനുമില്ല, പല കൃത്രിമ യാന്ത്രിക മാർഗങ്ങളും നോക്കി, പക്ഷേ വിജയിച്ചിട്ടില്ല. എന്താണ് ഒരു പരിഹാരം? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പാവപ്പെട്ടവനാണ്, ഞാൻ എന്ത് പരിഹാരം പറയാനാ? പക്ഷേ എനിക്കൊരു നല്ല സ്നേഹമുള്ള തങ്ങളെ അറിയാം, ആ തങ്ങളെ പറഞ്ഞു തരാം, നിങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ആരാന്ന് ചോദിച്ചപ്പോ വലിയ തങ്ങളായിരുന്ന താജുൽ ഉലമയുടെ മകൻ സയ്യിദ് ഖുറാത്തങ്ങളാണെന്ന് പറഞ്ഞു. എട്ടിക്കുളത്ത് ചെന്നാൽ കാണാമെന്നും പറഞ്ഞു. അങ്ങനെ ട്രെയിനിൽ ഇവർ യാത്ര ചെയ്ത് എട്ടിക്കുളത്ത് ചെന്ന് ഖുറാത്തങ്ങളെ കണ്ടു നോക്കുമ്പോ പെട്ടെന്ന് തന്നെ മഹാനവറുകൾ നൂറുകണക്കിന് ആളുകളെ സ്വീകരിക്കുന്നതിന്റെ ഇടയിൽ 12 കൊല്ലമായി കുട്ടികളില്ലെന്ന് പറഞ്ഞപ്പോ വെള്ളത്തിലേക്ക് ഒരു കുപ്പി വെള്ളം എടുത്തു വരാൻ പറഞ്ഞു. വെള്ളം എടുത്തുകൊണ്ട് വന്നപ്പോ ജസ്റ്റ് ഒന്ന് ഊതി കൊടുത്തു, എന്തോ ഒന്ന് ചൊല്ലി ഊതി കൊടുത്തു. ഈ പാവപ്പെട്ട ഫാമിലിക്ക് ഇതായിരിക്കും മരുന്നെന്ന ഒരു ധാരണയുമില്ലായിരുന്നു. ഇവരെന്തൊക്കെയോ പ്രതീക്ഷിച്ചാണ് പരീക്ഷണശാലകൾ മുഴുവൻ കയറി നടന്ന ഇവർ അവിടെ എത്തിയത്. അപ്പൊ ഇവരെന്ത് ചെയ്തു? അവിടുന്ന് വേറെ അന്തം വിട്ടിട്ട് അവിടുന്ന് തിരിച്ച് യാത്ര ചെയ്തു. എറണാകുളത്ത് തിരിച്ചെത്തിയപ്പോൾ ഈ ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു, എടീ, നമ്മളിപ്പോ ഒരു ബിസ്ലേരി വാട്ടറിന് വേണ്ടിയാണോ ഇവിടുന്ന് അവിടം വരെ പോയി കഷ്ടപ്പെട്ടത്? ഞാൻ നിങ്ങളോട് ചോദിക്കാതെ നടക്കായിരുന്നു, ഇതാ കിടക്കുന്ന വെള്ളം എന്ന് പറഞ്ഞിട്ട് ഈ കുപ്പിയും വെള്ളവും എടുത്ത് ഫ്രണ്ടിലെ തെങ്ങിന്റെ മൂട്ടിലേക്ക് എറിഞ്ഞു. അവരങ്ങിട്ടുപോയി. അവരുടെ ദൗർഭാഗ്യം, ഇട്ട ഉടൻ അടപ്പും തുറന്ന് വെള്ളം കംപ്ലീറ്റ് അവിടെ പോവുകയും ചെയ്തു. ഇപ്പൊ ഈ മുറ്റമൊന്നും അല്ലല്ലോ, എല്ലാത്തിലും എന്താണ് അതിന് പറയുന്നത്, ഇന്റർലോക്ക് ഇട്ട് നിർത്തിയിരിക്കുക തെങ്ങിന്റെ മൂട് വരെ. അപ്പൊ അതിനകത്ത് തെറിച്ച് വെള്ളമെല്ലാം പോവുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഈ ഉമർക്ക പറയാണ്, രാത്രിയിൽ ഇവർ 8:30 മണിയായപ്പോൾ എയർ കണ്ടീഷനുള്ള റൂമിനകത്ത് കയറി. ഇവർക്ക് നല്ല സൗകര്യമുള്ള സമ്പത്തുള്ള വീട്ടുകാരാണ്. അവരതിനകത്ത് കയറി അതാ AC ഓണാക്കിയിട്ട് കിടന്നുറങ്ങാൻ ഒരുങ്ങുമ്പോ കണ്ണിൽ ഉറക്ക് പിടിക്കുന്നില്ല. ഈ വീടിന്റെ ചുറ്റുഭാഗവുമുള്ള 4 സൈഡിൽ നിന്നും അതാ നവജാത ശിശുക്കളുടെ ശ്വാസം പിടിച്ചുള്ള കരച്ചിലാണ്. 100 കണക്കിന് ബേബികളുടെ കരച്ചിൽ, അതും ശ്വാസം മുട്ടിയിട്ടുള്ള കരച്ചിൽ. എവിടുന്നാ കേൾക്കുന്നതെന്ന് ഇവർക്കറിയില്ല. AC-ക്കകത്ത് പുറത്തെ ശബ്ദം കേൾക്കാത്ത റൂമിൽ ശീതീകരിച്ച മുറിയില. സുബ്ഹാനല്ലാഹ്. രാവിലെ വരെ ഒരു പോള കണ്ണടയ്ക്കാൻ 2 പേർക്കും കഴിഞ്ഞില്ല. ഈ കുട്ടികളുടെ കരച്ചിലോടെ കരച്ചിൽ.
This is a story of two teachers in love. Sanjay wanted to രണ്ടുപേർക്കും കഴിഞ്ഞില്ല. ഈ കുട്ടികളുടെ കരച്ചിലോടെ കരച്ചിൽ. അവസാനം അവർക്ക് മനസ്സിലായി ഇതിൽ പ്രശ്നങ്ങളുണ്ട്. ഒരു കോമൺ സെൻസ് വെച്ച് അവർ മനസ്സിലാക്കിയതാണ്. അവർ ഉമർക്കായ രാവിലെ തന്നെ വിളിച്ചു. ഉമർക്ക പേടിച്ച് വിറച്ചിരിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. സംഭവം ഞങ്ങൾക്കൊരു ചെറിയ അബദ്ധം പറ്റി. ഞങ്ങൾ ആ വെള്ളം മാത്രമല്ലേ ഉള്ളൂ വിചാരിച്ച് അതിനെ ഒന്ന് നിസ്സാരമാക്കി അവഗണിച്ചു പോയി. അപ്പൊ ഉമർക്ക് പറഞ്ഞു, എന്ത് പണിയാ നിങ്ങൾ കാണിച്ചത്? ഈ വെള്ളം നിങ്ങൾ എന്തിനാ എടുത്ത് കളഞ്ഞത്? അത് ഞങ്ങൾ ചെയ്തു പോയി ഉമർക്ക, പരിഹാരം എന്തെങ്കിലും പറഞ്ഞു തരണം. ഉമർക്ക പറഞ്ഞു, അവിടെ പറഞ്ഞ ഭാഷയാണ്, ഞാൻ ജാഹിലാണ്, എനിക്കൊന്നും അറിയില്ല, നിങ്ങൾ ആ തങ്ങളുടെ അടുത്ത് തന്നെ പോയി പറയാന്നല്ലാതെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് അദ്ദേഹത്തോട് ചോദിച്ചു, ഉമർക്ക ഒരു കാര്യം പറഞ്ഞു തരുമ്പോ ഡീറ്റെയിൽസ് പറയണ്ടേ? അവിടെ ചെന്നാൽ ഒരു ഊത്തും ഒരു കുപ്പി വെള്ളമേ കിട്ടുള്ളൂ എന്ന് പറയണ്ടേ? ഞങ്ങൾ വേറെന്തൊക്കെയോ പ്രതീക്ഷിച്ചു പോയി, ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് യാതൊരു അറിവില്ലായിരുന്നു. നിങ്ങൾ ഈ വിഷയം തന്നെ അറിയാതെ പറ്റിപ്പോയതാണെന്ന് അവിടെ ചെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. രണ്ടാമത് എട്ടിക്കുളത്തേക്ക് ഇവർ പോയി. മഹാനായ തങ്ങളവറുകളെ കണ്ടിട്ട് പറഞ്ഞു, അന്ന് വെള്ളം മന്ത്രിച്ചെന്ന് ഞങ്ങൾ അറിയാതെ എടുത്ത് കളഞ്ഞുപോയി. എന്ത് പണിയാ നിങ്ങൾ കാണിച്ചത്? എന്റെ ഉപ്പ താജുൽ ഉലമ ഇജാസത്ത് എന്ന പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ശിഫാഇനുള്ള ആയത്തുകളല്ലേ, അല്ലെങ്കിൽ അതല്ലേ ഞാൻ മന്ത്രിച്ചത്? എന്തിനാണ് എടുത്തു കളഞ്ഞത്? എന്തായാലും എന്റെ അടുത്ത് ചോദിച്ചിട്ടൊന്നും കാര്യമില്ല, ഞാൻ പൊരുത്തപ്പെടാതിരിക്കാൻ പറ്റുകയുമില്ല, പടച്ചവനോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്ക് തോന്നി പടച്ചവനോട് ചോദിക്കൽ ഇച്ചിരി എളുപ്പമുള്ള കാര്യമാണ്, ഇവർക്ക് അത്രേ മനസ്സിലായുള്ളൂ. എന്തായിരുന്നാലും സാധുക്കളാണ്, അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അപ്പൊ അവര് അവസാനം അവിടെ നിന്ന് കരഞ്ഞ് പറഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞു, ഒരു കുപ്പി വെള്ളവും കൂടെ അവിടെ നിന്ന് മന്ത്രിച്ചു തരണം, അതിപ്പോ വേണ്ട, ഇനി അടുത്തൊരു തവണയാകാം. ഇത് ഖുറാത്തങ്ങളുടെ ശൈലിയേ അല്ല, അടുത്ത തവണയാകാമെന്ന് പറയൽ. നമ്മൾ ഖുറ എന്ന് പറയുന്ന ഈ ഖുറ എന്താന്ന് നിങ്ങൾക്ക് അറിയോ? കർണാടകയിൽ മഹാനഗരങ്ങളിൽ ഇരിക്കുന്ന ചെറിയ പള്ളിയും മദ്രസയും ഉള്ള ഒരു കേന്ദ്രം. അവിടെ ആയിരക്കണക്കിന് ആളുകളാണ് കാണാൻ ചെല്ലുന്നത്. നമ്മൾ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് വണ്ടിയൊക്കെ കയറി അവിടെ ചെന്നപ്പോ തങ്ങളെ അന്വേഷിച്ചപ്പോ തങ്ങൾ അവിടെ ഇല്ല, എവിടോ പരിപാടിക്ക് പോയി, അല്ലെ ഗൾഫിൽ പോയി. ഇത് കേട്ടാൽ എത്ര വിഷമം വരും. ഇത് മനസ്സിലാക്കിയിട്ട് തങ്ങള് അവിടെ ഒരു ഹൗദിലുള്ള വെള്ളം മന്ത്രിച്ചിട്ടിരിക്കുക. ആളുകൾക്ക് വെള്ളം അത് ശിഫാഇനെ എടുത്തുകൊണ്ട് പോകാം. അത്ര വിശാല സ്വാതന്ത്ര്യം കൊടുത്ത തങ്ങൾ ഇപ്പൊ വെള്ളം മന്ത്രിപ്പിക്കേണ്ട, അടുത്തൊരു തവണ ആകട്ടെ എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കണമെങ്കിൽ ഒരു വല്ലാത്ത ക്രാന്ത ദർശിത്വം ആ മഹാനിലുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ വിഷമത്തിന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞുപോയി എന്നിട്ട് എന്തെങ്കിലും ആയിപ്പോയാൽ സുബ്ഹാനല്ലാഹ് നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അവരൊക്കെ വലിയ മഹാന്മാരും വലിയ സാദാത്തുക്കളും അതുപോലെ താജുൽ ഉലമയെ പോലെ മൂർച്ചയുള്ള ആർജവമുള്ള മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വത്തിന്റെ മകനുമാണ്.